പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 18 ശനിയാഴ്ച. ഇന്നത്തെ വായനയ്ക്കായി നിർദ്ദേശിച്ചിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 17 അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്കുകളാണ്. ഞാൻ അവസാനത്തെ വാക്കുകൾ വായിക്കട്ടെ. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. സ്നേഹമുള്ളവരെ, ഇന്ന് സഭ ഐക്യവാരത്തിന് തുടക്കമാണ്. ജനുവരി 18 മുതൽ 25 വരെയുള്ള 8 ദിവസം സഭ ഐക്യവാരം, ചേർച്ച് യൂണിറ്റി ഒക്ടേവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് തുടങ്ങിയത് 1908 പോൾ വാട്സൺ എന്നൊരു ആംഗ്ലിക്കൻ വൈദികനാണ്. 1908 ചേർച്ച് യൂണിറ്റി ഒക്ടേവ് ആരംഭിച്ചു. 2 വർഷം കഴിഞ്ഞ് 1910 അദ്ദേഹം കത്തോലിക്കനായി. 1916 കത്തോലിക്ക സഭ ഇത് ഔദ്യോഗികമായി അംഗീകരിച്ചു. ജനുവരി 18 മുതൽ 25 വരെയുള്ള ആ ഒരു 8 ദിവസം, ഒരാഴ്ച സഭ ഐക്യവാരമായി ആഘോഷിക്കുന്നു. അതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ തുടക്കമാണ് ഇന്നത്തെ സുവിശേഷം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17 അധ്യായം യേശുവിൻ്റെ പുരോഹിത പ്രാർത്ഥനയാണ് രണ്ടാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ ഭാഗം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആ പ്രാർത്ഥനയുടെ കേന്ദ്രമായിട്ട് നിൽക്കുന്നത് ഐക്യമാണ്. ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഐക്യമായിരിക്കണം ശിഷ്യന്മാരുടെയും ഐക്യം. ആ ഐക്യമായിരിക്കണം സാക്ഷ്യമാവുന്നത്. ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഒരേ യേശുവിനെ അനുഗമിക്കുന്നവർ, ഒരേ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവർ ഐക്യമുള്ളവരാകണം. ഹൃദയ ഐക്യം, സമാധാനത്തിൽ വിശ്വാസത്തിൽ ഐക്യം ഉണ്ടാകണം. ഐകരൂപ്യമല്ല, ഐക്യമുണ്ടാകണം. ആചാരാനുഷ്ഠാനങ്ങളിൽ വ്യത്യാസമുണ്ടാകാം, ജീവിതശൈലിയിൽ മാറ്റമുണ്ടാകാം, പക്ഷേ യഥാർത്ഥത്തിൽ ഐക്യമുണ്ടാകും. ഹൃദയ ഐക്യമാണ്. സഹോദരങ്ങളായി യേശുവിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ പിതാവായി സ്വീകരിക്കുന്ന, യേശുവിനെ രക്ഷകനായി ഏറ്റുപറയുന്ന, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ആ ഒരു സഭാസമൂഹം, ആ സഭാസമൂഹത്തിൽ ഐക്യമുണ്ടാകണം. ഈ ഐക്യമായിരിക്കണം സഭയുടെ സാക്ഷ്യമായി മാറുക. പരസ്പരം ഭിന്നിക്കാതെ, പരസ്പരം മത്സരിക്കാതെ ഐക്യത്തിൽ കഴിയുന്ന സമൂഹമാകട്ടെ. ആയിരക്കണക്കിനുള്ള സഭാ സമൂഹങ്ങൾ എല്ലാം ഒരേ ദൈവത്തിൽ, ഒരേ യേശുവിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിലുള്ള ഐക്യത്തിൻ്റെ സാക്ഷ്യം നൽകാൻ പരസ്പരം ഉള്ള ഭിന്നിപ്പുകൾ മാറ്റി പരസ്പരം ഐക്യത്തിലേക്ക്, സമാധാനത്തിലേക്ക് വരാനുണ്ട്. ഈ സഭാഐക്യവാരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രത്യേകം ഇവിടെ അനുഗ്രഹിക്കട്ടെ. നിൻ വഴിയേ നടക്ക